കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മൈസൂർ പാക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി 1 കപ്പ് കടലമാവിലോട്ട് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. നെയ്യായാലും കുഴപ്പമില്ല, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കട്ടയില്ലാതെ നന്നായി മിക്സ് ചെയ്യുക. ട്രേ നമുക്ക് റെഡിയാക്കി വെക്കാം. 1 കപ്പിന് 2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക. 1/2 കപ്പ് നെയ്യ് തിളപ്പിക്കുക. ചെറുതായി ചൂടാക്കി എപ്പോഴും വെക്കുക. ഇതുപോലെ ബബിൾ വന്ന് ഒറ്റനൂൽ പരിവായി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ ഇട്ട് കൈവിടാതെ ഇളക്കിയിട്ടേ ഇരിക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇളക്കാനായിട്ട്. ഇളക്കി ഇതുപോലെ ബബിൾസ് ഒക്കെ വന്ന് കഴിയുമ്പോൾ ഇനി നമ്മൾ നേരത്തെ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറേശ്ശെ നെയ്യ് ഒഴിച്ച് നന്നായി ഇളക്കിയിട്ടേ ഇരിക്കുക. ആ നെയ്യൊക്കെ നമ്മളുടെ ആ മാവ് ഒബ്സർവ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ നെയ്യും നമ്മൾ നന്നായിട്ട് നമ്മളുടെ പാനിൽ നിന്ന് ഇത് വിട്ടു വരുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാനിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് മൈസൂർ പാക്ക് വീട്ടിലേ ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്താൽ മാത്രം പോരാ, ആദിലക്ഷ്മി കിച്ചൻ വീട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. ഫ്രണ്ട്സിന് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ഉണ്ട്. ആദിലക്ഷ്മി കിച്ചൻ വീട് സബ്സ്ക്രൈബ് ചെയ്യുക, കാണാമെന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ബൈ ബൈ ഫ്രണ്ട്സ്.